ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഒരു സൂപ്പർ എപ്പിസോഡാട്ടോ അത്. ചാർജ് ചെയ്യാൻ വെച്ച ആ തെളിവുകളുള്ള ആ ഫോണാണ് ഭൂമിയുടെ കയ്യിലുള്ളത് കേട്ടോ. അങ്ങനെ അത് എടുത്ത് ഓൺ ആക്കുന്ന സമയത്ത് അത് ഓൺ ആവുന്നില്ല. ഭൂമി അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് ലക്ഷ്മി ചേച്ചി വന്നിട്ട് എന്തു പറ്റി മോളെ, അറിയില്ല, ഓൺ ആവുന്നില്ല, പുറത്ത് കിടന്നതല്ലേ, പക്ഷെ ഇതെങ്ങനെയാ പുറത്തെത്തിയതെന്നാ മനസ്സിലാകാത്തത്. അപ്പോൾ ലക്ഷ്മി ചേച്ചി പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്ത് ചെയ്യാനാ, ഏതെങ്കിലും നല്ലൊരു മൊബൈൽ ഷോപ്പിൽ കൊടുക്കണം, ചേച്ചി കടയിലേക്ക് ചെല്ലേ, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഭൂമി ഇങ്ങനെ അതെങ്ങനെ പുറത്തെത്തി എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം പിന്നീട് അവിടുന്ന് പോവാണ്. അങ്ങനെ ഭൂമി നേരെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ചെല്ലണേ. എന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് റെഡിയാക്കി തരുമെന്ന് ചോദിക്കും. ആ ഓക്കെ, ചാർജ് ചെയ്തോ? ഭൂമി ഓ ചാർജ് ചെയ്തു, എന്നിട്ടും ആവുന്നില്ല. എങ്കിലിതാ ഇവിടെ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിക്കോളൂ. അങ്ങനെ ഒരു ബുക്കൊക്കെ കൊടുത്ത് ഭൂമി അതൊക്കെ ചെയ്യാട്ടോ, വൈകിട്ട് വന്നോളൂ, റെഡിയാക്കി വെക്കാന്ന് പറയും. അങ്ങനെ ഭൂമി അവിടുന്ന് പോവാണ്. ഭൂമി പോലീസ് സ്റ്റേഷനിലെത്തി എല്ലാവർക്കും ചായ കൊടുക്കണേ. സെല്ലിലേക്ക് നോക്കി എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മോള് വെറുതെ പറഞ്ഞതല്ലല്ലോ എന്ന് മുമ്പ് അംബിക ചോദിച്ചതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നോക്കി ആലോചിക്കുക. എന്നിട്ട് അജയ്ക്ക് ചായ കൊടുക്കൂട്ടോ. അജയ് പറയും ഇരിക്കി, തൻ്റെ മനസ്സിലെ തിരയടിക്കുന്ന തിരയുടെ ശക്തി എത്രയാണെന്ന് എനിക്ക് മനസ്സിലാകും, അത് ശാന്തമാക്കിയിട്ട് ഭൂമി തിരികെ വരണം. ഭൂമി അറിയും അതെ സാർ, അച്ഛനും പറഞ്ഞു മോള് പഴയ ഭൂമി ആവണമെന്ന്, ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് ഉപദേശിച്ചിട്ട് പോകും. അജയ് പറയും അമ്മയെ സബ് ജയിലിലേക്ക് മാറ്റി. ഭൂമി അറിയും അറിഞ്ഞു. അമ്മയെ പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്ന സാക്ഷിമൊഴികളോ തൊണ്ടികളോ ഒന്നുമില്ല. കത്തിയിലെ ഫിംഗർ പ്രിന്റ് പോലും ഭൂമിയുടെ അമ്മയുടേതാണ്. അംബിക പറയുന്നത് അന്ന് ആ റൂമിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നല്ലേ, മുഖംമൂടി വെച്ചൊരാൾ, അതുകൊണ്ട് തന്നെ രേഖാചിത്രം ഉണ്ടാക്കി ആളെ ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഭൂമി പറയും ഈ കേസിലേക്ക് സഞ്ചരിക്കാൻ മാനസികമായി എനിക്ക് കഴിഞ്ഞിട്ടില്ല. അജയ് പറയും ഒരു എക്സാമ്പിൾ പറയാം, മുറിയിലുള്ളില് മറ്റൊരാൾ ഉണ്ടായിരുന്നതിന്റെ ദൃശ്യം ഉണ്ടായിരുന്നു എന്ന് കരുതാം, അത് കേസിന് ഗുണം ചെയ്യും, അമ്മയെ ഇറക്കാൻ എളുപ്പമോ, പെട്ടെന്നൊരു ജാമ്യവും കിട്ടും. ഭൂമി പറയും മനസ്സിലാവുന്നുണ്ട് സാർ. അജയ് പറയും അച്ഛന്റെ ഫോണിലേക്ക് ആരുടെയൊക്കെ കോൾ വന്നോ, അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണം, അല്ല ഏത് നിരക്കാ കേസിനെ സഹായിക്കാന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. ഭൂമി അറിയും കുറച്ച് ദിവസം ഫോണ് കാണുന്നുണ്ടായിരുന്നില്ല, ഇന്നലെയാ ബാക്കിൽ നിന്ന് കിട്ടിയത്, അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഞാനത് കടയിൽ കൊടുത്തിട്ടുണ്ട് റെഡിയാക്കാൻ, കിട്ടിയ ഉടനെ എന്നെ ഏൽപ്പിക്കണം. ഭൂമി പറയും ശരി സാർ. ഭൂമിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും വന്നോ? അജയ് പറയും വന്നോ, എനിക്കൊന്ന് വായിക്കാൻ തരുമോ? അജയ് അപ്പൊ തന്നെ പറയും ഇല്ല, അത് ഭൂമി ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, വെറുതെ ഒന്ന് നോക്കാൻ. അജയ് പറയും ഒരു പ്രാവശ്യം നോ പറഞ്ഞാ പിന്നെന്തിനാ വാശി പിടിക്കുന്നത്? ഭൂമി എനിക്കും ഒരു ആകാംക്ഷ കൊണ്ട്, കേസിന്റെ കാര്യം പോലീസ് നോക്കിക്കോളും എന്ന് ദേഷ്യത്തിൽ പറയുമ്പോൾ ഭൂമി വിഷമത്തോടെ അവിടുന്ന് പോകും. അങ്ങനെ ഭൂമി പിന്നെ അവിടെ സ്റ്റേഷനിലുള്ള മറ്റു പോലീസുകാരോട് സംസാരിക്കുകയാണ്, അമ്മയെ വെറുതെ വിടും. അപ്പൊ ഭൂമി പറയും ഒരു തെളിവും അനുകൂലമായിട്ടില്ലെന്നാ അജയ് സാറ് പറയുന്നത്. അപ്പൊ ആ സാറ് വയ്ക്കും അല്ല പേഴ്സണലായിട്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം, എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തുതരാം, കേസിന് സഹായകരമായി ചിന്തിക്കാനുള്ള കഴിവ് എനിക്കില്ല. അപ്പൊ മറ്റേ വനിതാ പോലീസും പറയും ഭൂമി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ, ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നല്ലോ, അതിന്റെ കോപ്പി കിട്ടുമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു, ബുദ്ധിമുട്ടാണെന്ന് അജയ് സാർ പറഞ്ഞു. അപ്പോൾ മറ്റേ പോലീസ് പറയും കോപ്പി വക്കീൽ ചോദിച്ചാൽ കൊടുക്കണം എന്നാ, അതിന് ഞാൻ എവിടുന്ന വക്കീലിനെ കൊണ്ടുവരുന്നത്, ബാലേട്ടാ അതെനിക്കൊന്ന് കണ്ടാൽ മതി, കോപ്പി ഒന്നും വേണ്ട. അല്ല അത്, അപ്പൊ വനിതാ പോലീസ് അറിയും ബാലേട്ടന് എന്തോരം കേസിൽ ഹെൽപ്പ് ചെയ്തതാ, എടുത്തു കൊടുക്ക് സാറേ, വായിക്കുന്നല്ലേ ഉള്ളൂ, എന്നാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അത് എടുക്കാൻ പോകും. അമ്മയെ പോയി കണ്ടോ? ഭൂമി അറിയും ഇല്ല, പ്രതീക്ഷയ്ക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമല്ലോ. അപ്പോഴേക്കും ബാലൻ സാറേ ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കണേ. അങ്ങനെ ഭൂമി ആ പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പറും പേനയും വാങ്ങിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഇതേ സമയം ഭൂമിയുടെ കടയിലേക്ക് ആ കഥ പറയുന്ന ചേട്ടന്മാർ വന്നിട്ട് അച്യുതന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവരൊരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഒരു ഇൻട്രോ പറയണേ. അതായത് ഇൻട്രോയിൽ കാണിക്കുന്നത് ഒരാളിങ്ങനെ ആ വീടിൻ്റെ പിറകിലേക്ക് വരുന്നതും പിന്നെ എല്ലാവരും നോക്കുമ്പോൾ അച്യുതൻ മരിച്ചു കിടക്കുന്നതും പോലീസ് വണ്ടി, അംബികയുടെ അറസ്റ്റ്, ജയിലിലെ വിഷമം, അതൊക്കെ കേട്ടോ പറയുന്നത്. അപ്പോൾ മറ്റേ അപ്പോൾ ആര് കൊന്നു, അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഈ കേസ് തെളിയിക്കാൻ പറ്റിയെന്നിരിക്കും എന്നൊക്കെ അവർ സംസാരിക്കുമ്പോഴേക്കും ലക്ഷ്മി ചേച്ചി ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണേ. ഇതേസമയം അവിടെ പോലീസ് സ്റ്റേഷനിൽ ഭൂമി ആ റിപ്പോർട്ടുകളൊക്കെ എഴുതിയെടുക്കുക. അപ്പോഴായിരിക്കും അജയ് അങ്ങോട്ട് വന്ന് ഇത് കാണുന്നത്. അജയ് അങ്ങോട്ട് വരുമ്പോൾ ഭൂമി അറിയും സാർ റിപ്പോർട്ടിലെ 10 സെന്റിമീറ്റർ ആഴത്തിലാണ് മുറിവെന്ന് ഉണ്ട്, ഒരു സ്ത്രീക്ക് ആരോഗ്യപരമായിട്ട് അതിന് സാധ്യമാണോ? സാധ്യത കുറവാണ് സാർ. ആഴത്തിന്റെ കാര്യം വിടാം, മുറിവിന്റെ സ്വഭാവം ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് കത്തി പൂർണ്ണമായ ശക്തിയോടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു എന്നാണ്. എന്റെ അമ്മയുടെ ശരീരഘടനയും കൊല്ലപ്പെട്ട എന്റെ അച്ഛന്റെ ശരീരഘടനയും കണക്കിലെടുത്ത അത്തരത്തിൽ ശക്തമായി കുത്താൻ ആവശ്യമായ ശരീരബലം അമ്മയ്ക്കുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വെക്കാവുന്നതല്ലേ സാർ? അതിൽ അജയ് ഷട്ടപ്പ്. ഭൂമി അങ്ങ് ഞെട്ടിപ്പോകും. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തരാൻ പറ്റില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ ഈ ഗെയിം കളിക്കുന്നേ? പോലീസിന്റെ പണി കയറി ചെയ്യണ്ട. ആരത് എടുത്തു കൊടുത്തത്? അവർക്ക് പറയാൻ പറ്റുന്നില്ല, അത് പിന്നെ താനായിരിക്കും, തന്റെ മൂത്താപ്പയുടെ മകളാണല്ലോ. അത് സാർ ഒരു സഹോദ്ദേശത്തിന്റെ പുറത്ത്, അങ്ങനെ ഒരു സഹോദ്ദേശം വേണ്ട. അപ്പോഴേക്ക് ഭൂമി അറിയും വേണ്ട സാർ, ഞാൻ നിർബന്ധിച്ചിട്ടാണ്. തന്നോട് ഞാൻ ചോദിച്ചോ
എന്തൊക്കെയാണിത്? പോലീസ് സ്റ്റേഷൻ എന്നുള്ള പേരെടുത്ത് മാറ്റണോ ഞാൻ? ആ, അല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ ദത്തുപുത്രിയാണല്ലോ ഇവള്. എല്ലാരും കൂടെ ഒരു അമ്പലം പണിതിട്ടിട്ട് ഇവളെ അവിടെ വെച്ച് പ്രതിഷ്ഠിക്ക്. എന്നിട്ട് വിളക്ക് വെച്ച് 2 നേരം അങ്ങ് പ്രാർത്ഥിക്ക്. 24 മണിക്കൂറിനകം എനിക്കിതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടിയിരിക്കണം. താൻ ഇവിടെ ഇരുന്ന് റിട്ടയർഡ് ആവണോന്നേ ഞാൻ തീരുമാനിച്ചോളാം. ഭൂമിയറും സാറിന്റെ അച്ഛൻ മാധവൻ നായർ കൊല ചെയ്യപ്പെടി കൊലപാതകിയുടെ സ്ഥാനത്ത് സാറിന്റെ അമ്മ എത്തുകയും ചെയ്ത അപ്പൊ സാറിന് എന്റെ മനസ്സ് കാണാൻ കഴിയും. എന്റെ അമ്മയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും എനിക്ക് പോയേ മതിയാവൂ എന്ന് സങ്കടത്തിൽ പറഞ്ഞിട്ട് സോറി സാർ, സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് ഇറങ്ങാം. ഭൂമി പോയി കഴിഞ്ഞാൽ അജയ് അവരോട് പറയും എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അങ്ങനെ അജയ് റൂമിലേക്ക് പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമി ആ മൊബൈൽ ഷോപ്പിൽ ചെന്നിരിക്കുക കേട്ടോ. ഫോൺ ചോദിക്കുമ്പോൾ അയാൾ പറയും ഇത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, കമ്പനിയിൽ കൊടുക്കേണ്ടി വരും. അവർക്കാവുമ്പോൾ ശരിക്കും തകരാറ് മനസ്സിലാക്കാൻ പറ്റും. ഭൂമി പറയും ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് നന്നാക്കി കിട്ടിയാൽ മതി, എങ്കിൽ ഞങ്ങൾ ചെയ്തോളാം, അഡ്വാൻസ് വേണോ എന്ന് ഭൂമി വയ്ക്കുമ്പോൾ അവർ വേണ്ടെന്ന് പറയും. അപ്പോൾ ഭൂമി പറയും 2 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല, കുഴപ്പമില്ല, ഞങ്ങൾ വാങ്ങിച്ചു വെച്ചോളാം എന്ന് പറയുമ്പോൾ ഭൂമി അവിടെ നിന്ന് ഇറങ്ങാണ്. ആ ഫോണിലാണ് അച്യുതൻ്റെ കൊലയാളി ഒളിച്ചിരിപ്പുള്ളതെന്ന് വേറെ ആർക്കും, ഭൂമിക്ക് പോലും അറിയില്ലല്ലോ. ആ ഫോൺ ഇങ്ങനെ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, സുരക്ഷിതമായി തന്നെയുള്ളത്. ശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്താണ്. അവിടെ അഞ്ജന അജയ്ക്കായിട്ട് സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഡിന്നർ കഴിക്കാൻ വരുമ്പോൾ അവർക്ക് ആർക്കും കൊടുക്കാത്ത അഞ്ജന പറയും ഇത് അജയ്ക്കായി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്, അജയ് കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ എല്ലാവർക്കും തരാമെന്ന് പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അജയ് അങ്ങോട്ട് എത്താട്ടോ. അങ്ങനെ അജയോട് പറയും നീ ഭാഗ്യവാനാ മോളെ എന്ന് മുത്തശ്ശി കേട്ടോ പറയുന്നത്. അങ്ങനെ അജയ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ അഞ്ജന ആ ഭക്ഷണം വിളമ്പി കൊടുക്കും. പെട്ടെന്ന് ഒരു ടെൻഷനുള്ളത് കൊണ്ട് കുറച്ച് അജയുടെ ദേഹത്താവട്ടോ. അജയുടെ മുഖം മാറുന്നുണ്ട്, എല്ലാവരും ആകെ പേടിച്ചു പോകും. പക്ഷെ അജയ് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആരോടും ഒന്നും ദേഷ്യപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ അഞ്ജന ആ ഫുഡ് വിളമ്പി കൊടുക്കും. അജയ് നല്ല സന്തോഷത്തിൽ തന്നെ കഴിക്കാൻ തുടങ്ങാം കേട്ടോ. വായയിൽ വെക്കുന്നതും എരു കാരണം അജയ് ചുമച്ചു പോവും. വെള്ളമൊക്കെ വേഗം വേഗം കുടിക്കുന്നുണ്ട്. എന്ത് പറ്റി മോനെ എന്ന് മുത്തശ്ശി വെക്കുമ്പോൾ അടിപൊളി സൂപ്പർ കറിയാണേ, നിങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യ്. അഞ്ജന എല്ലാവർക്കും കൊടുക്കുക അറിയും. അങ്ങനെ അഞ്ജന അത് എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും അത് നല്ല ആകാംക്ഷയോടെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാവരും വായിൽ വെക്കും. വായിൽ വെക്കുന്ന എല്ലാവരുടെയും മുഖത്തെ ആ ഒരു മാറ്റം നന്നായിട്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് എരിവുണ്ടായിരുന്നു കറിക്ക് കേട്ടോ. അപ്പം മുത്തശ്ശി പറയും നന്നായിട്ടുണ്ട് മോളെ. അപ്പം അഞ്ജന പറയും ഇനിയും ഒരുപാട് ഡിഷസ് അജയ്ക്ക് വേണ്ടി എൻ്റെ മനസ്സിലുണ്ട്, എന്നെ കിട്ടുന്ന അജയ് ഭാഗ്യവാനാണല്ലേ. അപ്പോൾ അജയ് അങ്ങ് ഞെട്ടിപ്പോകും. അപ്പോൾ മുത്തശ്ശി പറയും മോളിരിക്കും, മോളൊന്ന് ടേസ്റ്റ് ചെയ്യേ. അപ്പോൾ സംഗീത ഇരിക്കാൻ പോകുമ്പോൾ മുത്തശ്ശേരിയും സംഗീതയെ നീ ഇപ്പം ഇരിക്കണ്ട, അഞ്ജന കഴിക്കട്ടെ. അങ്ങനെ അഞ്ജനയ്ക്ക് വിളമ്പി കൊടുക്കും കേട്ടോ. അജയ് തന്നെയാണ് വിളമ്പി കൊടുക്കുന്നത്. കഴിക്കുന്നു പറഞ്ഞ് ഒരുപാട് വിളമ്പി കൊടുക്കും. അങ്ങനെ അഞ്ജന അത് വായയിൽ വെക്കുന്നതും പിന്നെ അത് ഇറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് എരിവുണ്ട്. അഞ്ജനയ്ക്ക് മനസ്സിലാകും ഈ കറി ഒട്ടും കൊള്ളില്ലെന്ന്. അങ്ങനെ അത് ഇറക്കാൻ പറ്റാതെ കണ്ണുന്തി നിൽക്കുന്ന അഞ്ജനയെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്